അസ്ലമോയമാണ്. ഒയംവേലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൺസൂൺ ട്രിപ്പ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. കണ്ണൂരിൽ എന്തൊക്കെ ഈ മൺസൂണിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ദിവസം പോലെ ഇരിക്കും നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ സ്ട്രെച്ചിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും, മറ്റൊരു സ്ട്രെച്ചിൽ ഇത് കവർ ചെയ്യാൻ പറ്റും, മറ്റൊരു സ്ട്രെച്ചിൽ ഇത് കവർ ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ പൈതൽമലയിലേക്കുള്ള യാത്രയാണ് ഏറ്റവും സുന്ദരമായ യാത്ര. പൈതൽമല പോകുന്ന വഴിക്ക് നമുക്ക് കുടിയാൻമല വഴി നമുക്ക് ഏരക്കുണ്ട് വാട്ടർഫോൾ കാണാം. അതിനുശേഷം പൈതൽമല പോകാം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് പാലക്കയം തട്ട്. സുന്ദരമായ അസ്തമയ സൂര്യൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കാൻ പറ്റും. പൈതൽമല ട്രക്കിങ്ങും ഒക്കെ വേറിട്ട അനുഭവമാണ്. ചെറുതായിട്ട് അട്ടയൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. ഇനി പൈതൽമലയിൽ തന്നെ നമുക്ക് വേറെ രീതിയിലും പോകാൻ പറ്റും. അതിലേറ്റവും സുന്ദരമായ റൂട്ടാണ് മഞ്ഞപ്പുല്ല് ട്രക്കിങ്. മഞ്ഞപ്പുല്ല് ട്രക്കിങ് ഏകദേശം ഒരു 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും ചെറിയ ഹൈക്കിങ്, ചെറിയ കാടും അതുപോലെ തന്നെ പിന്നീട് പുൽമൈതാനങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന മനോഹരമായ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്ന കോടമഞ്ഞും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മഞ്ഞപ്പുല്ല് ട്രക്കിങ്. തിരിച്ചു വന്ന് നമ്മൾ കാപ്പിമല വാട്ടർഫാളിൽ സുന്ദരമായിട്ട് കുളിക്കുക, അതും വേറിട്ട അനുഭവമായിരിക്കും. അതുപോലെ തന്നെ ചാത്തമംഗലം ഹിൽസ്, ഒരുപാട് പേര് കേൾക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് പേര് പോകാത്ത സ്ഥലമാണ് ചാത്തമംഗലം ഹിൽസ്. നമുക്ക് നിർബന്ധമായിട്ടും അവിടെ പോകാൻ പറ്റും. ഇനി നിങ്ങൾ ശശിപ്പാറ ഭാഗത്ത് അതുപോലെ തന്നെ കാഞ്ഞിരക്കൊല്ലി ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ശശിപ്പാറ വ്യൂ പോയിന്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫാളിലേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ ചുമ്മാ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് മാടായിപ്പാറ. മാടായിപ്പാറയിൽ ഔഷധ സസ്യങ്ങളും പക്ഷിശാസ്ത്രജ്ഞന്മാരൊക്കെ വരുന്ന സ്ഥലമാണ്. വിശാലമായി പരന്നു കിടക്കുന്ന ഒരുപാട് പാറകളുള്ള, അതിൽ നമുക്ക് ഏഴിമല അതിൻ്റെ വ്യൂ കിട്ടും. അതുപോലെ തന്നെ മനോഹരമായ റിവറൊക്കെ കാണുന്ന സുന്ദരമായ വ്യൂ പോയിൻറ്റുകളും, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ചായ കുടിച്ച് ചുമ്മാ ചെറിയ ചാറ്റൽ മഴ കൊണ്ട് ഇരിക്കുന്നത് പോലും ഭയങ്കര രസമാണ് മാടായിപ്പാറയിൽ. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ റിവർ റാഫ്റ്റിംഗ് നടത്തുന്ന തേജസ്വിനി റിവർ റാഫ്റ്റിംഗ്. ഏകദേശം 1300-1500 രൂപയ്ക്കൊക്കെ നമുക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കുളുവിലും അതുപോലെ തന്നെ ഋഷികേശിലൊക്കെ പോയിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ ഈ മഴക്കാലത്ത് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതും വേറിട്ട അനുഭവമായിരിക്കും. ഇനിയും തീർന്നിട്ടില്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ എപ്പിസോഡിൽ മൺസൂൺ സീരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് കൃത്യമായി സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുനെറ്റിക്കല്ലും കാരാക്കുണ്ടും കൊട്ടത്തലച്ചിയും ഉരുളിക്കുണ്ട് വാട്ടർഫാളും പെറ്റ് സ്റ്റേഷനും ജോസ്ഗിരിയും ടാബോർ ഹിൽസും ഏഴിമലയും പാലുകാച്ചിമലയൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ബീച്ചുകളിലേക്ക് ഇങ്ങ് പോകാൻ വേണ്ടി, ഇനി കവ്വായി ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് പറ്റും. നമ്മൾ മൺസൂൺ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഓരോ സ്ഥലത്തേക്കും എൻട്രി ടിക്കറ്റ് എങ്ങനെയാണ്, ഏത് സമയത്താണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പൈതൽമലയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പോകുന്നുണ്ടെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ ഒരു 3 മണി മുമ്പ് വരിക. ഇരുട്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റി വിടില്ല. അതുപോലെ തന്നെ പാലക്കയം തട്ട്, ഏരക്കുണ്ട് വാട്ടർഫാള്, കാഞ്ഞിരക്കൊല്ലി. ഏരക്കുണ്ട് വാട്ടർഫാളൊക്കെ നിർബന്ധമായിട്ടും പോകേണ്ട സ്ഥലമാണ്. അങ്ങനെ ഒരു വാട്ടർഫാൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകുക, തട്ടായിട്ട് ഉള്ള വാട്ടർഫാൾ. അതിലേക്ക് പോകുന്ന വഴി ഏകദേശം 100 രൂപ എൻട്രി ഫീ ഉണ്ടെങ്കിലും നമുക്ക് കുളിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അത്ര നീന്താൻ അറിയാത്തവർക്ക്, എക്സ്പേർട്ട് അല്ലാത്തവർക്ക് നീന്താനുള്ള വേറെ സ്ഥലം, കുറച്ചും കൂടി എക്സ്പേർട്ട് ആയവർക്ക് പോകാനുള്ള സ്ഥലം, അങ്ങനെ എല്ലാവർക്കും കുളിക്കാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനുള്ള സ്ഥലവും അവിടെയുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ണൂർ വന്നോ. നിങ്ങൾ ഇതൊരു 2-3 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഏകദേശം ഈ സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റും. ഇനി ഒരു ദിവസം മാത്രമാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെച്ച് മാത്രം ചിലപ്പം ചെയ്യാം. രാവിലെ പോയി ചാത്തമംഗലം ഹിൽസ്, പിന്നീട് മഞ്ഞപ്പുല്ല്, പിന്നെ കാപ്പിമല. കുറച്ചും കൂടി റിസ്ക് ആയിരിക്കും, എന്നാലും അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാലക്കയം തട്ട് വൈകുന്നേരം പോവുക. നേരെ നമ്മൾ പൈതൽമല പോവുക, തിരിച്ചു വന്ന് ഏരക്കുണ്ട് വാട്ടർഫാളിൽ കുളിക്കാനായിട്ട് പാലക്കയം തട്ട് പോയിട്ട് വൈകുന്നേരം അസ്തമയ സൂര്യൻ്റെ ഭംഗിയാണ്. ഇത് നമുക്കൊരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇനി മാടായിപ്പാറന്ന് നേരെ പെറ്റ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇനി തേജസ്വിനി റിവർ റാഫ്റ്റിംഗ് ഒരു ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക. അതൊരു പാക്കേജ് പോലെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് വന്ന് റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അതും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മഴക്കാലത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ജില്ലയുമായി വരുന്നത് വരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.